ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ നിന്ന് നമ്മളിനി പോകുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും കാഴ്ചകളുമാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഒരു മണിക്കൂറിനാ 30 രൂപ. പിന്നെ എന്താ ഐഡിയ കാണിക്കുക? എന്താ കാണിക്കുന്നത്? ടിക്കറ്റ് നമ്പറും ഫോണോ? ആ ബുക്ക് ചെയ്ത ടിക്കറ്റോ നമ്മൾ സാധാ എടുക്കുന്ന ടിക്കറ്റാണോ? ഏതാ ടിക്കറ്റ് നമ്പറും പിന്നെ ഫോൺ നമ്പറും തന്നു കഴിഞ്ഞാൽ 30 രൂപ 1 മണിക്കൂർ. ടിക്കറ്റ് നമ്പറും ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ ചിലവഴിക്കാം. 1 മണിക്കൂർ ചിലവഴിച്ച് ഇവിടെ ഇതിനകത്ത് വാഷ്റൂമും എല്ലാം ഉണ്ട്. നമുക്ക് കുളിച്ച് ഫ്രഷൊക്കെ ആയി നല്ല വൃത്തിയായിട്ട് പോകാം. നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ് ഇതിനകത്തുള്ളത്. അതാണ് 30 രൂപക്ക് നമുക്ക് 1 മണിക്കൂർ. മിക്ക റെയിൽവേ സ്റ്റേഷനിലും ഈ ഫെസിലിറ്റി ഇപ്പോൾ ഉണ്ട്. ഇപ്പം നമുക്ക് ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോൾ വരുമ്പോഴും ഉപയോഗിക്കുന്നത് ഈ ഫെസിലിറ്റിയാണ് ഉപയോഗിക്കുന്നത്. 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ കിട്ടും. ആ 1 മണിക്കൂറൊന്നും വേണ്ട, നമുക്കൊന്ന് കയറി ഒന്ന് ഫ്രഷൊക്കെ ആയി. അതുമാത്രമല്ല, നമ്മുടെ ലഗേജുകളൊക്കെ അവരവിടെ ഇരിക്കുന്നവർ നോക്കിക്കോളും. അപ്പോൾ നമുക്കൊന്ന് കുളിക്കാനൊക്കെ പോയി തിരിച്ചൊക്കെ വരുമ്പോൾ ഫ്രഷൊക്കെ ആകാൻ വേണ്ടിയിട്ട് നല്ല സുഖമുള്ള. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ പിന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് രാവിലെ ഞാൻ മസാല ദോശയൊക്കെ പറഞ്ഞു. മസാല ദോശയും പൂരിയും എല്ലാം ഏകദേശം ഒരേ റേറ്റാണ്. അപ്പോൾ മസാല ദോശയൊക്കെ പറഞ്ഞ് അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അതും കഴിച്ചിട്ട് വേണം എനിക്ക് ചാലക്കുടിക്ക് പോയിട്ട് ചാലക്കുടിയിൽ നിന്ന് വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. ഇതാണ് കൊണ്ടുവന്ന മസാല. മസാലയും ചട്നിയും സാമ്പാറും എല്ലാം ഉണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചിട്ട് അടുത്ത കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചായ കുടിച്ചിറങ്ങി ഇനി എനിക്ക് 9:30ക്കാണ് ചാലക്കുടി ഭാഗത്തേക്ക്, എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിൻ വരേണ്ടത്. ആ ട്രെയിനിന് വേണം എനിക്ക് ചാലക്കുടി പോയി ഇറങ്ങിയിട്ട് ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളിക്ക് പോകാൻ. ഞാൻ ഇന്നലെ രാത്രി വന്നത് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിനാണ്. അത് 1 മണിക്കൂർ ലേറ്റായാണ് വന്നത്. ഇവിടെ എത്തുമ്പോഴത്തേനും 8 മണി കഴിഞ്ഞു. ഞാനിവിടെ വന്നൊന്ന് ഫ്രഷൊക്കെ ആയിട്ടാണ് ചായ കുടിക്കാൻ വന്നത്. ചായ കുടിച്ചതിപ്പം പിന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടോ വന്ദേ ഭാരത് വന്ന് നിൽക്കുന്നത് കണ്ടോ. നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ഒരു 1-2 സ്റ്റേഷൻ കഴിഞ്ഞാൽ മതി ചാലക്കുടി ഇറങ്ങണ്ടേ. അത് പിന്നെ ട്രെയിൻ വന്നിട്ട് അപ്പോൾ ട്രെയിനിലേക്ക് കയറണം. ഇനി നമ്മൾ ചാലക്കുടി എത്തിയിട്ട് ചാലക്കുടി ഇറങ്ങിയിട്ട് വേണം അതിരപ്പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട്. ട്രെയിൻ അങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് വിട്ടു. തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ഒരു 2 സ്റ്റേഷൻ കഴിയുമ്പോൾ എന്തായാലും ചാലക്കുടി 1/2 മണിക്കൂറേ ഉള്ളൂ യാത്ര. തൃശ്ശൂർ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. തൃശ്ശൂർ സ്റ്റേഷൻ വിട്ടതാണ് ഇവിടുന്ന്. പുതുക്കാട് സ്റ്റേഷനാണ്. പുതുക്കാട് സ്റ്റേഷനിൽ വണ്ടി നിർത്തിയതാണ്. ഇവിടെ എല്ലാ ട്രെയിനുകളൊന്നും നിർത്തൂല, കുറച്ച് ട്രെയിനുകളെ നിർത്തുള്ളൂ. ഒരു ചെറിയ സ്റ്റേഷനാണ് പുതുക്കാട് സ്റ്റേഷൻ. ഇനി അടുത്തത് ഇരിങ്ങാലക്കുട കഴിഞ്ഞാൽ ചാലക്കുടി. ഇപ്പം തന്നെ 10 മണിയായി. നമ്മളവിടെ അതിരപ്പള്ളി എത്തുമ്പോൾ എത്ര സമയമാവുന്നൊന്നും അറിയില്ല. ഇപ്പം വലിയ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ് കാണുന്നത്. ഇനി അങ്ങോട്ട് പോയാൽ ഇതേ കാലാവസ്ഥ തന്നെയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായി. ഇത് പരിയാരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ചാലക്കുടിയിൽ നിന്ന് ഇവിടെ വരെ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയായിരുന്നു. ആ വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചാണ് ഇവിടെ വരെ വന്നത്. ഇവിടെ വന്നിറങ്ങി അവർ നേരെ ഓപ്പോസിറ്റുള്ള റോഡിന് പോകുന്ന വണ്ടിയായിരുന്നു. അവരങ്ങോട്ട് പോയി. ഞാനപ്പോൾ ഇവിടെ ഇറങ്ങിയത്. ഇവിടെ നേരെ ഒരു പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ കാഴ്ചകളാണ്. ഇത് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചാണ്. പൂവത്തിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച. ഞാനിവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു പള്ളീൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കുവാണ്.
ഇനി ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ എനിക്ക് പോകണം അതിരപ്പള്ളിയിലേക്ക്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കത് സമ്മാനിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടായിട്ട് നല്ല നീല കളറുള്ള മേഘങ്ങളും ആകാശവും എല്ലാം കൂടി നല്ലൊരു കാഴ്ചയാണ് നമുക്കത് സമ്മാനിക്കുന്നത്. അതിൻ്റെ പെയിൻറ്റിങ്ങും നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിൽക്കുവാണ്. ഇനി ഒരു 18 കിലോമീറ്റർ ഉണ്ട് അതിരപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടി. ഇനി ഏതെങ്കിലും കൊണ്ട് വണ്ടി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. ഇവിടുന്ന് അങ്ങോട്ട് ലിഫ്റ്റ് അടിച്ച് തന്നെ പോകാനാണ് പ്ലാൻ. ഇവിടെ നിന്ന് എനിക്കൊരു ബൈക്ക് ലിഫ്റ്റ് കിട്ടി. ആ ബൈക്കിനാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി റോഡാണ്, അതുകൊണ്ട് നമുക്ക് ബൈക്കിന് നല്ല യാത്ര സമ്മാനിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് വഴിയാണ് യാത്ര. വഴിയിലൊക്കെ പിന്നെ വന്യമൃഗങ്ങളെ ബോർഡുകൾ വെച്ചിട്ട് ഫോറസ്റ്റുകാരത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇവിടെയെല്ലാം നല്ല ഫോറസ്റ്റ്, തിക്ക് ഫോറസ്റ്റിൻ്റെ അകത്തുകൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ചിലയിടത്തൊക്കെ ആയിട്ട് ചെറിയ കടകളും ചെറിയ പട്ടണങ്ങളൊക്കെ കാണുന്നുണ്ട്. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ ബൈക്കിൽ പോകുന്നതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയാവും. കുറച്ച് മുമ്പേ മഴ പെയ്താണെന്ന് തോന്നുന്നു. റോഡിലൊക്കെ വെള്ളം കാണുന്നുണ്ട്. ധാരാളം വണ്ടികളൊക്കെ അതിരപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വഴിയാണ് മലക്കപ്പാറ പോകുന്നത്. മലക്കപ്പാറ ഷോളയാറ് വനമേഖലയിൽ കൂടെ പോകുന്നതും ഈ റൂട്ടാണ്. നമ്മൾ കുറേ സമയമായി ഫോറസ്റ്റ് കൂടെ തന്നെയാണ് വരുന്നത്. ഫോറസ്റ്റ് കൂടെ തന്നെ വന്ന് ഇനിയിപ്പം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. അന്നേരം നമ്മളിവിടെ ഒന്ന് വെള്ളം കുടിക്കാനൊക്കെ നിർത്തിയാണ്. അവിടെ പിന്നെ ചാലക്കുടി പുഴേൻ്റെ ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ എന്ന് പറഞ്ഞാൽ അതിരപ്പള്ളിയിൽ നിന്ന് വരുന്നതാണ്. അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന ആ പുഴേൻ്റെ ഭാഗങ്ങളാണ്. അത് പല ഭാഗങ്ങളായിട്ട് ഒഴുകുന്ന ഇതാണ് കാണുന്നത്. കണ്ടോ, അടിപൊളി കേട്ടോ. നല്ല വെള്ളം ഒഴുക്കുണ്ട് ഇപ്പോൾ. നമ്മളേതാണ്ട് അതിരപ്പള്ളി വാട്ടർഫാൾസിനോട് അടുക്ക് എത്താറായി. ഇപ്പോൾ റോഡിലൊന്നും മഴ പെയ്തതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നു അവിടെ. ഞാൻ മുമ്പൊരിക്കൽ സീസൺ ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് അത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു. നല്ല മഴയും വെള്ളമൊക്കെ കൂടുതലുള്ള സമയമാണ്. ഈ സമയമാണ് ഇവിടെ സന്ദർശനത്തിന് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നു. നമ്മളങ്ങനെ അതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആദ്യ കൗണ്ടറിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ടിക്കറ്റും എടുത്തിനി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാളിന് അടുത്തെത്തി. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെ റോഡ് സൈഡിൽ ഇവിടെയൊക്കെ ആയിട്ട്. ഇവിടെ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. 50 രൂപയായിരുന്നു മുതിർന്നവർക്കുള്ള ടിക്കറ്റ്. 50 രൂപ. ഞാൻ അപ്പോൾ ടിക്കറ്റും എടുത്ത് ഞാനങ്ങനെ മുന്നോട്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ചയാണ്, നല്ല തിരക്കുണ്ട്. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അതുപോലെ വാഹനം പിന്നെ ഫുള്ള് ഇവിടെ എല്ലാം ഗതാഗത കുരുക്കുമുണ്ട്. നല്ല തിരക്കുണ്ട്. എൻട്രൻസ് പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ മേൽഭാഗത്തുള്ള വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് 1 കിലോമീറ്റർ ഇനി എൻട്രൻസ് പോയിന്റിലേക്കുണ്ട്. പിന്നെ അവിടെ നിന്നും കുറച്ച് താഴേക്ക് നടന്നു പോയാലേ നമുക്ക് അതിരപ്പള്ളി ചാട്ടത്തിന് അരികിലെത്താൻ പറ്റുള്ളൂ. ഇവിടെ നിന്നുള്ള ഒരു സൂപ്പർ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ഇതിനകത്തേക്ക് പ്രവേശിച്ചു. അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഇനി കുറച്ച് ഒരു കിലോമീറ്ററോളം നടന്നു പോകാനുണ്ട്. നല്ല നടപ്പാതയൊക്കെ കിട്ടിയ ഭാഗങ്ങളാണ് ഇനി കാണുന്നത്. കണ്ടോ, നല്ല നടപ്പാതയാണ്. ആൾക്കാരൊക്കെ ഉണ്ട്.
നടുക്കൂടെ കരിങ്കല്ലല്ല, അതൊക്കെ നടുക്കൂടെ മറ്റേ ടൈലിട്ടതാണ്, സൈഡിൽ കൂടെ കരിങ്കല്ലിട്ടതാണ്. ഏത് വേണമെങ്കിലും നടന്നു പോകാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീൽ ചെയറിലെല്ലാം വരുന്നവർക്ക് വേണ്ടിയുള്ള സൗകര്യത്തിനാണ് ആ നടുക്കൂടെ ആ സംവിധാനം ആക്കിയത്, അവരെ തള്ളിക്കൊണ്ട് പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആൾക്കാർ തിരിച്ച് മടങ്ങിപ്പോകുന്നവരുണ്ട്. നല്ലൊരു വനത്തിനകത്തൂടെയാണ് അകത്തേക്ക് കയറിപ്പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാം. മഴ വലിയ കാര്യമായൊന്നും മഴ പെയ്തില്ല ഇവിടെ. ഞാനിപ്പോൾ ഉച്ചയായി ഇവിടെ എത്തുന്നു. ഉച്ചയായപ്പോഴത്തേനും മഴയൊന്നും വലിയ കാര്യമായില്ല, പെയ്യുമോയെന്നറിയില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. ഫാൾസിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയുള്ള യാത്ര നടപ്പ് വഴിയാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേരളത്തിലെ ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കേരളത്തിലെ നയാഗ്ര എന്ന് പറയും. ഇതുപോലെ തന്നെയാണ്, നല്ല നല്ല അടിപൊളി വെള്ളച്ചാട്ടം. അതിപ്പോൾ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ പീക്ക് ടൈം ഒരു കുന്നുപോലെ കയറി വന്നു. ആ കുന്നുപോലെ കയറി വന്നിട്ട് ഇനി ഒരു ഇറക്കത്തിലേക്ക്, നല്ല ഇറക്കത്തിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ താഴേക്ക് നല്ല ഇറക്കത്തിലേക്കാണ് പോകുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരപ്പ് നമുക്ക് ഇവിടെ നിന്നേ കേൾക്കാം. അതിരപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ ജനം വരുന്നൊരു സമയമാണ് ഈ സമയം. കാരണം വെള്ളം നല്ല പീക്കായിട്ട് വെള്ളം ചാടുന്നത് കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് എല്ലാവരും വരുന്നത്. നമ്മൾ മലയാളികൾ മാത്രമല്ല, ഇഷ്ടം പോലെ നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വഴിയൊക്കെ നല്ല മനോഹരമാക്കിയിട്ട് പിന്നെ കല്ലൊക്കെ പാകി വെച്ചുകൊണ്ട് നല്ല മനോഹരമാണ്. നമുക്ക് നടന്നു പോകാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ ഫോറസ്റ്റിനകത്തൂടെയാണ് മുഴുവൻ നടന്നു പോകുന്നത്. ഫോറസ്റ്റാണ് കാണുന്നത്. പിന്നെ സൈഡെല്ലാം ഈ മുളേൻ്റെ രീതിയിൽ സിമെൻറ്റും കൊണ്ടുണ്ടാക്കിയതാണ്. അതൊക്കെ നല്ല വേലികളൊക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ട് അത് കാണാൻ. ഇവിടെയുള്ള ഇരിക്കാനൊക്കെ നല്ല സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടോ, ഒരുപാട് സ്ഥലത്ത് ഇരിക്കാനൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവിടെ ഇവിടെയെല്ലാം ഇരുന്ന് കാഴ്ചകൾ കാണാം. താഴേക്ക് പോകാത്തവർക്കെല്ലാം ഇവിടെയൊക്കെ ഇരിക്കാം വേണമെങ്കിൽ. നമ്മളങ്ങനെ ഏകദേശം വാട്ടർഫാളിന് അടുത്തെത്താറായി. ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ജെൻസിനും ലേഡീസിനും ഒക്കെ ആയിട്ട് അപ്പുറത്തെ ഇപ്പുറത്ത് 2 ടോയ്ലറ്റും സംവിധാനം എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, തൊട്ട് അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അപ്പുറത്ത് ലേഡീസിനും ഇവിടെ ജെൻസിനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഇരിക്കാനൊക്കെ നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് ഫാൾസിലേക്കാണ്. വാട്ടർഫാൾസിൻ്റെ മനോഹര കാഴ്ച കാണാനാണ് നമ്മളിനി ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ഇനി നമുക്ക് വാട്ടർഫാൾസിൻ്റെ കാഴ്ച കാണാൻ ഇറങ്ങിച്ചെല്ലാം. നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനോഹര കാഴ്ചകൾ കാണാം. ധാരാളം സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സ്കൂൾ കുട്ടികളും മറ്റ് ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ആർമീൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ
വെള്ളച്ചാട്ടത്തിൻ്റെ ആ കുത്തൊഴുക്ക് മുകളിൽ നിന്ന് മെയിൻ പോയിന്റിൽ നിന്ന് കാണാൻ പോവാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള പിന്നെ താഴേക്ക് പതിക്കുന്ന കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഏതായാലും നല്ല കാലാവസ്ഥയാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് നമുക്ക് മനോഹരമായി വെള്ളച്ചാട്ടവും കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റി. അത് നല്ല പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വരുമ്പം മഴയുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മഴയില്ല. അതുകൊണ്ട് ഏതായാലും നമ്മൾ നല്ല കാലാവസ്ഥയായതുകൊണ്ട് നമുക്ക് നല്ല മനോഹര കാഴ്ച കിട്ടി. ധാരാളം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടുന്ന് പുഴ മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പോയിട്ട് താഴേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടുത്തെ ഏറ്റവും മനോഹര വ്യൂ പോയിൻറ്റ്. പിന്നെ അത് കാണാൻ പല സ്ഥലത്ത്, ഇവിടെ മേൾഭാഗത്ത് നിന്ന് കാണാം, പിന്നെ താഴെ നമുക്ക് ഇറങ്ങിപ്പോയിട്ട് കാണാം. അവിടെ പോയി കഴിയുമ്പോൾ നമ്മൾ മൊത്തം നനഞ്ഞു പോകും. നമ്മളിവിടുത്തെ മേളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിനി അതിൻ്റെ താഴെയുണ്ട്. താഴത്തെ അതൊരു പിന്നെ ഭയങ്കര അനുഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് വീണിട്ട് എറിച്ചിലടിക്കും മുഖത്ത്. ആ അനുഭവം കൂടെ നമുക്കൊന്ന് പോയി കണ്ടു. ഇതെല്ലാം താഴേന്ന് കയറി വരുന്നവരാണ്. താഴേന്ന് കയറി വരുന്നവർ പോകുന്ന വഴി നീളെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങി പോകാമെന്ന്, വെള്ളത്തിൻ്റെ അടുത്തേക്കാണ് ഇറങ്ങി പോകുന്നത്. അതിന് വെള്ളത്തിൻ്റെ ഇരപ്പ് കേൾക്കാം. നമുക്ക് ഇവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ താഴെ വീഴുന്ന ഇരപ്പ് ഭയങ്കരമായിട്ട് കേൾക്കാം. വരുന്നവരെല്ലാം നല്ലോണം നനഞ്ഞാണ് വരുന്നത്. കാരണം വെള്ളത്തിനടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ എറിച്ചിലടിച്ചിട്ട് ആ നനവ് തട്ടും. അതുകൊണ്ട് എല്ലാവരും താഴെ നിന്ന് കയറി വരുന്ന എല്ലാവരും നനഞ്ഞാണ് കയറി വരുന്നത്. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സൈഡെല്ലാം നല്ല മനോഹരമായിട്ട് മുള കൊണ്ട് കെട്ടി പിന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിക്കൊന്നും കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെ അതിൻ്റെ എല്ലാം നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത്. താഴേക്ക് ഇറങ്ങി പോകുന്തോറും വെള്ളത്തിൻ്റെ ഇരപ്പ് കൂടി വരിക. ഭയങ്കര സൗണ്ടാണ്. നല്ല സ്റ്റെപ്പാണ്. താഴെ വരെ നല്ല സ്റ്റെപ്പ് നല്ല മനോഹരമായി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ, നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് ആൾക്കാരുണ്ട്. നോർത്ത് ഇന്ത്യൻസ് അതായത് സർവീസ് സെന്ററിൽ പോകണം. നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ ഇരട്ടി ആൾക്കാർ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ഷൂട്ടിംഗ് ഏതോ ബൈക്കിൽ പോയതായിട്ടില്ല. അത്
തിക്ക് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഇത് നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നടക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തെന്നിപ്പോകുന്നുണ്ട്. പിന്നെ കരിങ്കല്ലാണ് പാകിയിരിക്കുന്നത്. എന്നാലും കരിങ്കല്ല് ഈ ആൾക്കാർ ചവിട്ടി ചെളിയായത് അനുസരിച്ച് കരിങ്കല്ല് തെന്നിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് താഴേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. കാരണം വീണ് പോയി കഴിഞ്ഞാൽ നല്ല കാര്യം മാരകമായ പരിക്ക് തന്നെ പറ്റും. അത്രയും നല്ല ഇറക്കമാണ്. ചെങ്കുത്തായ ഇറക്കത്തിൽ കൂടെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി പോകേണ്ടത്. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൽ ഇറങ്ങി നടന്ന് പോകാൻ വേണ്ടി. വരുന്നവർ മുഴുവൻ നനഞ്ഞ് കൂടുതൽ ആൾക്കാരും ഫാമിലി ആയിട്ടാണ് വരുന്നത്. ഒരു മക്കളെയും എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട്, അവധി ദിവസം ആയതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലുള്ളത്. വെള്ളച്ചാട്ടത്തിൻ്റെ അരികത്ത് അടുക്കുന്തോറും ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. വെള്ളം താഴേക്ക് പതിക്കുന്ന സൗണ്ട് ഭയങ്കര ഒച്ചയിലാണ് കേൾക്കുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്നത് പോലും നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കണമെന്നില്ല. അതുപോലെയാണ് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അവിടെ കൂടിയവരെല്ലാം കൂടി നിലവിളിച്ചും ആർത്തും അട്ടഹസിച്ചും അവരുടെ പിന്നെ സന്തോഷം. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അങ്ങോട്ടൊന്നും കാണുന്നില്ല. വെള്ളം മൊത്തം നനയുന്ന തോന്നുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. കുറേ ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പം ഇവിടുന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പോയിന്റ് കാണാം. അത് നല്ലൊരു കാഴ്ച. ഒന്ന് കണ്ടു നോക്കിയേ.
കോട്ട് കിട്ടും, എന്നിട്ടും നനയോ ഇവിടെ. അത്രയും പിന്നെ അടുത്താണ് നമ്മളിപ്പം പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അത്രയും അടുത്താണ് നിൽക്കുന്നത്. ആ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടോ, ഇതെല്ലാം ആൾക്കാർ വന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് നനയുന്ന കാഴ്ചകളാണ്. അതൊരു അനുഭൂതി തന്നെയാണ് നനയുന്നത്. അതായത് ഈ എറിച്ചലാണ്, ഈ വെള്ളം ചാടുന്നതിൻ്റെ എറിച്ചലാണ് ഈ വന്ന് ചാടുന്നത്. അതാണ് ഈ ജനങ്ങൾ മുഴുവൻ ആസ്വദിക്കുന്നത് ഇവിടെ വന്ന് നിന്നിട്ട്. എന്ത് ഭംഗിയിലാണെന്നറിയാം. അത് ആ വെള്ളം വന്നത് മഴ പെയ്യുന്നത് പോലെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം നമ്മുടെ കരയിലേക്ക് വന്ന് വീഴുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാം. ഒരു മുഖത്താ വെള്ളം അങ്ങ് അടിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ആസ്വാദനമാണ്. അങ്ങോട്ടേക്ക് നടന്നു പോയതുപോലെയല്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് കുന്ന് കയറി വരാൻ വേണ്ടി നല്ല പാടുണ്ട്. മെല്ലെ കയറാൻ പറ്റുള്ളൂ. അങ്ങോട്ട് നമുക്ക് വേഗം വേഗം നല്ല കുത്തനെ ഇറക്കമായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും. ഇങ്ങോട്ട് അങ്ങനെ പറ്റില്ല. ഇങ്ങോട്ട് മെല്ലെ കയറി വരാൻ പറ്റുള്ളൂ. പിന്നെ നല്ല കാലുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് നേരം മെല്ലെ മെല്ലെ കയറി എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ കയറിയാൽ. പക്ഷേ താഴെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് വാട്ടർഫാൾസ് കാണുക എന്നുള്ളത് ഒരനുഭവമാണ്. ഒരാളും താഴെ ഇറങ്ങി ചെന്നിട്ട് ആ വാട്ടർഫാൾസ് നനയാതെ വന്നിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും ആസ്വദിച്ച് നനഞ്ഞ് ആ വാട്ടർഫാൾസിൻ്റെ ഭംഗി അതുപോലെ ആസ്വദിച്ചിട്ടാണ് ഓരോരുത്തരും തിരിച്ച് കയറി വരുന്നത്. ഇങ്ങനെ കയറിപ്പോയി ഇങ്ങനെ ചുറ്റി വളഞ്ഞാണ് മുകളിലോട്ട് കയറി എത്തുന്നത്. അവിടെ വരെ എത്തുമ്പോഴേക്കും നമ്മൾ മടുക്കും. 12 മണിയാകുമ്പം വാട്ടർഫാൾസിലെത്തിയാണ്. മുകളിലത്തെ കാഴ്ചയും കണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായി. 4 മണിയാകുമ്പോഴാണ് തിരിച്ച് കയറുന്നത്. ഇവിടെ നമുക്ക് കയറിപ്പോരാൻ തോന്നില്ല, അത്രയും ഭംഗിയുണ്ട് അതിന്. പിന്നെ ആ നനഞ്ഞുകൊണ്ട് കാറ്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ നനയും. കാറ്റ് വരുന്നതിനനുസരിച്ച് മഴ വരുന്നത് പോലെ നമ്മുടെ അടുത്തേക്ക് വെള്ളം എറിച്ചിലടിച്ച് കയറ്റും. അപ്പോൾ ആ എറിച്ചിലടിച്ച് കയറ്റുന്നതാണ് നമ്മൾ നനയുന്നതിൻ്റെ കാരണം. അതൊരു സുഖമുള്ള കാഴ്ചയാണ്. വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് മുകളിലെത്തി. ഇനി എൻട്രൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മലയാളിയാണ് എങ്കിൽ തീർച്ചയായും അതിരപ്പള്ളിയിൽ വരിക. അതും വരുന്നത് മൺസൂണിൽ തന്നെ വരണം. വേനലായിട്ട് കാര്യമില്ല. വേനലായി കഴിയുമ്പോൾ വെള്ളം കുറയും. വെള്ളം കുറഞ്ഞ കാര്യമില്ല. ഇപ്പോൾ വന്നിട്ട് ഈ മൺസൂൺ കാലത്ത് വന്നിട്ട് അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം ആസ്വദിക്കണം. അത്രയും മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇപ്പോഴും കണ്ടോ 4 മണിയായി. 4 മണിയായിട്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്നാണ് പറയുന്നത് കേട്ടെ. അങ്ങോട്ട് മടങ്ങിപ്പോകുന്നതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടി ആൾക്കാരാണ് കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരും നനഞ്ഞ് കുളിച്ച് ആണ് കയറിപ്പോകുന്നത്. പിന്നെ റെയിൻ കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നനയിൽ ഒഴിവായി കിട്ടും. എന്നാലും നനയും. റെയിൻ കോട്ട് ഇട്ട് കഴിഞ്ഞാലും നനയും. ഇവിടെ ധാരാളം കടകളൊക്കെ ഉണ്ട്. കളിപ്പാട്ടങ്ങളോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ധാരാളം കടകളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടം പോലെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഫുഡിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇഷ്ടം പോലെ ഹോട്ടലുകൾ ഏത് തരം വേണമെങ്കിലും ഉണ്ട്. ചാലക്കുടി വന്നു കഴിഞ്ഞാൽ ചാലക്കുടിയിൽ നിന്ന് ഇഷ്ടം പോലെ ബസ്സുണ്ട്. ബസ് കൂടാതെ
മറ്റ് വാഹനങ്ങളും നമുക്ക് പിന്നെ ടാക്സിയോ അതുപോലെയുള്ള വാഹനങ്ങളും കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫുഡ് കിട്ടും, ഇഷ്ടം പോലെ ഉണ്ട്. ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ, അത് ബിരിയാണി അടക്കമുള്ള എല്ലാ ഫുഡുകളും ഇവിടെ കിട്ടും. വാഹന ഗതാഗതവും എല്ലാ സൗകര്യമുണ്ട്. വരുന്നവർക്ക് നല്ല സുഖമായിട്ട് ഇവിടെ വന്ന് പോകാം. വാട്ടർഫാൾസിൽ നിന്ന് നല്ലോണം വിശന്നാണ് ഇവിടെ വന്നത്. വിശന്ന് വന്നു കഴിയുമ്പോൾ ഇപ്പം 4 മണിയായി. എന്നിട്ട് ഇവിടെ ചോറ് കിട്ടിയോണ്ട് ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് പുറത്ത് പോകാം. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.